അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ അറിയേണ്ട ഒരു വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇരിക്കുന്ന സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമ ഹാസിലാക്കുന്ന സമയത്ത് അവർക്ക് എപ്രകാരമാണ് ഇത് ഉപകാരപ്പെടുന്നത് എന്നുള്ള വിഷയം. മുനാഫിക്കുകളായ ആളുകൾ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഇരുന്നുകൊണ്ട് ഈ ഇൽമു ശ്രവിക്കുന്ന സമയത്ത് അവർക്ക് യാതൊരു പ്രയോജനവും ചെയ്യുന്നില്ല. കാരണം അവരെ കൽബ് മുനവ്വറല്ല, അവരുടെ നഫ്സ് പരിശുദ്ധമല്ല, അവരുടെ ജിസ്മും തമ്മിലുള്ള ബന്ധം മാത്രമേ വരുന്നുള്ളൂ. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ അവര് ബുദ്ധി കൊണ്ടുപോലും അംഗീകരിച്ചിട്ടില്ല. എന്നിരിക്കെ അവർക്ക് യാതൊരു ഉപകാരവും കിട്ടുന്നില്ല. മറക്കും ഇത് മറ വന്നു ചേരുക. എന്നാ ആ കൂട്ടത്തിൽ നിൽക്കുന്ന സഹാബത്തില് ബുദ്ധി കൊണ്ട് അംഗീകരിച്ച സഹാബത്ത് ഉണ്ടാവും. ആ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന ആ ജ്ഞാനശകലങ്ങൾ കേൾക്കും. അത് കാരണം അവരുടെ ശരീരത്തിൽ മാറ്റങ്ങളുണ്ടാവും, അവരുടെ ബുദ്ധിയിലും മാറ്റങ്ങളുണ്ടാവും. അതുവഴി അവര് ദുനിയാവിൽ വിഹരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയ ശരീരവുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പിൽ വന്നിരിക്കുമ്പോൾ ആ മാലിന്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങുന്ന തജല്ലിയുടെ അംശം കൊണ്ട്, അതിന്റെ സാന്നിധ്യം കൊണ്ട്, അതിന്റെ ശക്തി കൊണ്ട് എന്തായും ഇല്ലാതായി പോകും, കരിഞ്ഞു പോകും. പക്ഷെ അവർ വീണ്ടും ആ സന്നിധിയിൽ നിന്ന്, ആ മജ്ലിസിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ട് ദുനിയാവിലേക്ക് ഇടപഴകുന്ന സമയത്ത് വീണ്ടും മാലിന്യങ്ങൾ വന്നു ചേരും. പക്ഷെ വീണ്ടും വന്നിരുന്നു കൊണ്ട് കഴുകും. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവർക്ക് മാലിന്യം കൂടുന്നൊരവസ്ഥ വരുന്നില്ല. പക്ഷെ മാലിന്യം കൂടുന്ന അവസ്ഥ പിന്നെ എപ്പോഴാണ് വരിക? ഒന്നുകിൽ അവർ മജ്ലിസ് വിട്ടുപോകണം, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇഖ്ലാത്തോട് വിട പറഞ്ഞു പോകണം. ആ സമയത്ത് അവർക്ക് എന്ത് ലഭ്യമല്ല? റസൂലുള്ളാഹിന്റെ മജ്ലിസ് ലഭ്യമല്ല, കഴുകാനുള്ള വെള്ളം ലഭ്യമല്ല എന്നതിന്റെ പേരിൽ പിന്നെ അവരിലേക്ക് വരുന്ന മാലിന്യങ്ങളും ഒന്നായിട്ട് അടിഞ്ഞുകൂടും. അങ്ങനെ അടിഞ്ഞുകൂടിക്കൊണ്ട് എന്താവും? മറ പരിപൂർണമാവും. അങ്ങനെ അവര് സത്യവും അസത്യവും വേർതിരിച്ചറിയാനാവാതെ പല കുഴപ്പങ്ങളിലേക്കും ചെന്ന് ചാടും. അത്തരം ഒരു കൂട്ടക്കാർ സഹാബത്തിലുണ്ടായിരുന്നു. അതൊരു വശം. രണ്ടാമത്തെ തരക്കാർ സഹാബത്തിൽ ലതായിഫുൻ നഫ്സിനെ ശുദ്ധീകരിച്ചവരാണ്. അപ്പൊ അത്തരക്കാരായ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് ഇരിക്കുന്ന സമയത്ത് അവർക്ക് ജിസ്മാനിയായിട്ടുള്ള സംസാരങ്ങൾ റസൂലുള്ളാഹിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതേസമയം ലതായിഫുൻ നഫ്സിനോടും അവർക്ക് ബന്ധമുണ്ട്. അതിന്റെ പേരിൽ ബാത്തിനിയായിട്ടുള്ള ബന്ധമുണ്ട്. അവർ റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ ഇരിക്കുന്നില്ല എങ്കിലും അവർക്ക് അല്ലാതെയും കണക്ഷൻ ഉണ്ട്. അല്ലാതെയും മജ്ലിസുകൾ പങ്കെടുക്കാനും ഇൽമ ഹാസിലാക്കാനും അവർക്ക് സാധിക്കും. ശരിക്കും ഖബറിൽ ഒരു മനുഷ്യൻ വഫാത്തായി പോകുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ ഫോട്ടോ കാണിക്കുമെന്ന് പറയുന്നത് ഈ ലതായിഫുൻ നഫ്സാണ്, അല്ലാതെ ജിസ്മാനിയ ശരീരത്തിന്റെ രൂപം അല്ല. കാരണം ഈ നഫ്സിനോട് ബന്ധം സ്ഥാപിച്ചെങ്കിലേ ഖബറിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് സഹാബത്ത് വഫാത്തായി പോകുന്ന സമയത്ത് അവർക്ക് ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം എന്താണ്? അവർക്ക് ആൾറെഡി ഇത് എത്രയോ വട്ടം കണ്ട് പരിചയിച്ചതാണ്. അതിന്റെ പേരിൽ സാധാരണ ആ ജിസ്മിന്റെ ഫോട്ടോ ആണെങ്കിൽ അവർക്ക് എളുപ്പമാണ്. നമ്മളെപ്പോലുള്ള ആളുകൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നമുക്കും ഫോട്ടോ കാണിച്ചിരുന്ന അവർക്കും ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു എങ്കിൽ ഇതൊരു അനീതിയാണല്ലോ. അവർക്ക് മുമ്പേ കാണിച്ചു കൊടുത്തുകൊണ്ട് പിന്നെ കാണിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് സാധിക്കൂല, നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. അപ്പൊ അതിന് പിന്നെ ന്യായം കണ്ടെത്തിക്കാണ്ട് പണ്ഡിതന്മാര് പറയുന്നത് നൂറിന്റെ വിഷയങ്ങളാണ്. അള്ളാഹു അതിന് കഴിവ് കൊടുക്കും കിട്ടുന്നൊക്കെയാണ്. അതിന്റെ ഹഖീഖത്ത് അതൊന്നല്ല. റസൂലുള്ളാഹിന്റെ നഫ്സിനെ ദുനിയാവിൽ വെച്ചുകൊണ്ട് മരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു വട്ടം കാണുന്ന നിർബന്ധമാണ്. അങ്ങനെ കണ്ടവർക്ക് ഖബറിൽ വെച്ചിട്ട് ആ ഫോട്ടോ കാണിച്ചു തരുന്ന സമയത്ത് തിരിച്ചറിയാൻ പറ്റും. അല്ലേ? പറ്റൂല. ഇതിൽ സഹാബത്തും മറ്റുള്ളവരും തുല്യരാണ്. സഹാബത്താണെങ്കിലും റസൂലുള്ളാഹിന്റെ നഫ്സിനെ കാണണം. ആ അവസ്ഥയിൽ എത്തിയവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ജിസ്മിനെ കണ്ടവർക്ക് സാധിക്കൂല. അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷെ മുനാഫിക്കുള്ള ആളുകൾക്ക് ഈ ഫോട്ടോ കാണുന്ന സമയത്ത് വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അവരും ഉത്തരം പറയും. അതൊന്നും ലോജിക്കില്ലല്ലോ. അപ്പോൾ ലതായിഫുൻ നഫ്സിനോട് ബന്ധപ്പെട്ട സഹാബത്ത് അതിലുണ്ടായിട്ടുണ്ട്, അവർ വിജയികളാണ്. എന്നാൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വന്ന ശേഷം ഇവർക്കും വലിയ കാര്യങ്ങൾ തടയപ്പെടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ട വിഷയങ്ങളിൽ അവർക്ക് പതർച്ച വന്നേക്കാം. കാരണം ആ ഒരു മഖാമിലേക്ക് അവർ എത്തിയിട്ടില്ല. എങ്കിലും ലതായിഫുൻ നഫ്സിനോടുള്ള ബന്ധമുണ്ട് എന്നതിന്റെ പേരിൽ ജിസ്മാനിയ ബന്ധമുള്ളവരേക്കാൾ ഉന്നതരാണ് താനും. മറ്റൊരു കൂട്ടക്കാർ സഹാബത്തിന്റെ കൂട്ടത്തിലുണ്ട്. അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കൽബിയായ ബന്ധം സ്ഥാപിച്ചവരാണ്. ഇപ്പോൾ റസൂലുള്ളാഹിന്റെ കൽബിലേക്ക് നിരന്തരം തജല്ലി വർഷിച്ചു കൊടുക്കുന്നുണ്ട്. അത് നശിക്കുന്നതല്ല. ലതായിഫുൻ നഫ്സും കൽബൊക്കെ എല്ലാ സമയത്തും അവൈലബിൾ ആണ്.
അത് മുഖേന റസൂലുള്ളാഹിന്റെ വഫാത്ത് അവരെ ബാധിക്കുന്നേ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സദാസമയത്ത് സഹായം കിട്ടിക്കൊണ്ടിരിക്കും. തജല്ലിക്ക് അവർക്ക് എല്ലാ സമയത്തും ലഭിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളൊരു കൂട്ടക്കാർ സഹാബത്തിലുണ്ട്. അപ്പം അവരൊക്കെ ഫിത്നയിൽ നിന്നും രക്ഷപ്പെടും. ഇപ്പം സഹാബത്തിലെ ഒരുപാട് ഫിത്നകൾ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വഫാത്തായ സമയത്ത് ഒരുപാട് കുഴപ്പങ്ങൾ പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം ഇതാണ്, ഈ കൽബിന്റെ മഖാമിലെത്തിയ സഹാബത്തിന് യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല. അതിന് മുകളിലുള്ളോട്ടവർക്കും കുഴപ്പമുണ്ടായിട്ടില്ല. എന്നാൽ കൽബിയായ മക്കാമിൽ താഴെ വന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ പോലും മക്കാമിലെത്താത്ത ജിസ്മാനീയ ബന്ധം മാത്രം വെച്ചുകൊണ്ടുള്ള ആളുകൾ ഇതിൽ നിന്നും തെന്നിപ്പോയിട്ടുണ്ട്. അവരാണ് കുഴപ്പങ്ങൾക്ക് കാരണക്കാര്. അവർക്ക് ആ സുഹബത്ത് കൊണ്ട് വേണ്ട വിധം പ്രയോജനം കിട്ടിയിട്ടില്ല. കാരണം ജിസ്മാനീയ ബന്ധം കൊണ്ട് ആർക്കും കിട്ടുകയുമില്ല. ഏത് ഷെയ്ഖാണെങ്കിലും ഏത് പ്രവാചകന്റെ അനുയായികളാണെങ്കിലും ജിസ്മാനീയ ബന്ധം കൊണ്ട് മാത്രം അതിലേക്ക് എത്തിച്ചേരൂല. ഉദ്ദേശത്തിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ഔന്നത്യം കൊടുക്കുന്നത്, സുഹബത്ത് എന്നുള്ള വിഷയം. ഇങ്ങനെ പല കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം നമ്മൾ എല്ലാ സഹാബത്തിനും ഒരേ ഗണത്തിൽ പെടുത്താൻ പാടില്ല. പക്ഷെ നമുക്ക് ആർക്കാണ് ഇതിൽ ജിസ്മാനിയ സുഹബത്ത് മാത്രം കിട്ടിയത് അല്ലാത്തത് എന്നൊന്നും അറിയാൻ പറ്റൂല. പക്ഷെ അറിയൽ ആവശ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഉണ്ട്, ഈമാന്റെ പരിപൂർണത എന്താണ്? അള്ളാഹു സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അള്ളാഹു ഒരുക്കുന്നവരെ ഒരുക്കുക. അള്ളാഹു സ്നേഹിക്കുന്നവരാണെന്ന് ധരിച്ചുകൊണ്ട് മുനാഫിക്കുകളെ സ്നേഹിക്കാൻ പോയി കഴിഞ്ഞാൽ ഈമാനിൽ കുഴപ്പമാണ്. അള്ളാഹു വെറുക്കുന്നവരാന്ന് വെച്ചുകൊണ്ട് മുനാഫിക്കുകളെ പോയിട്ട് സ്നേഹിക്കാൻ പോയി അതും കുഴപ്പമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളായിരിക്കും ഈമാൻ പരിപൂർണ്ണം അന്വേഷിക്കുന്നവരിൽ. അല്ലാത്തവർക്കും എല്ലാം കണക്കാണ്. അപ്പം അതിൻ്റെയൊക്കെ സഹായത്തിനായിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വലിയൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് ഇൽമുകൾ ഈ വിഷയത്തിലൊക്കെ ഹാസിലാക്കാനാണ്. സ്നേഹിക്കുന്നതിൻ്റെ വിഷയങ്ങളും വെറുക്കുന്നതിൻ്റെ വിഷയങ്ങളും എല്ലാ കാര്യങ്ങളും. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഉറപ്പിക്കാനും നമുക്ക് എന്ത് വേണം? നമുക്കതിനൊരു തെളിവ് വേണം. എൻ്റെ ഷെയ്ഖ് ഒറിജിനലാണ് എന്നുള്ളൊരു ഉറപ്പ് വേണം. ഒരു ശരിയായ യക്കീൻ വേണം. ആ യക്കീൻ വരണം എന്നുണ്ടെങ്കിൽ ഷെയ്ഖ് ആരായിരിക്കണം? ദാക്കിറെ കൽബി ആയിരിക്കണം. ദാക്കിറെ കൽബിയാണെന്ന് നമുക്ക് ഉറപ്പിക്കണം. അതിനുള്ള മാർഗ്ഗം ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട് സൂറത്തുൽ കഹ്ഫിൽ. ആ ആയത്ത് നമ്മൾ ഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് മുറബിയാണ്, ഷെയ്ഖ് കാമിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹമാണ് നമുക്ക് ഖുർആൻ ഓതി തരേണ്ടത്. നമ്മളെല്ലാം ഗ്രഹിക്കുകയും അനുസരിക്കുകയും വിശ്വസിക്കുകയും വേണം. അതില്ലാത്തവനെ വിശ്വസിക്കാൻ നമുക്ക് നിർബന്ധമില്ല. കാരണം നമുക്ക് ഇത് ഹാസിലായിട്ടില്ല. പേരിലാണ് ഇത് കൊടുക്കുന്നത്. മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളെ മുന്നോട്ട് കൈപിടിച്ച് കൊണ്ടുപോകേണ്ട ആളാണ് ഷെയ്ഖ്. അദ്ദേഹം ഷെയ്ഖ് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ് യാത്ര ചെയ്യേണ്ടത്. അതിൽ ഈ ദാക്കിറെ കൽബി എന്നുള്ള ആ വിഷയം അദ്ദേഹത്തിലും വേണം. അദ്ദേഹം നമ്മളെ കൊണ്ടുപോകാൻ നമ്മളെ ആളാക്കി തീർക്കണം. അതിനുശേഷമാണ് ഈ യാത്ര തുടങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിൽ സംശയങ്ങൾ വന്നു പോകും. സംശയം കൊണ്ട് പോവേണ്ട ഒരു യാത്രയല്ല ഇത്. ഈ ഈമാനിൽ നിന്ന് യക്കീനിലേക്ക് പോകേണ്ട യാത്രയാണ്. ഇൽമുൽ യക്കീനും ഐനുൽ യക്കീനും കുൽ യക്കീനും ഒക്കെ എത്തിച്ചേരേണ്ട അവസ്ഥകളാണ്. അതല്ല ഷക്കുല്ലക്കി നിന്നുകൊണ്ട് യാത്ര ഒരിക്കലും പരിപൂർണം പോവുന്നില്ല, തുടങ്ങുന്നില്ല. അതിൽ നിന്ന് വിട്ടുമാറി കടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഷെയ്ഖിൽ വിശ്വാസം പരിപൂർണമാണ്. ഈ വക വിഷയങ്ങളൊന്നും ഗൗനിക്കാതെ ഏതോ ഒരു സ്ഥലത്തേക്ക് ഏതോ ഒരാളെ കയ്യും പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടൊന്നും കാര്യമില്ല റുഹാനിയത്തിൽ. അതിൻ്റെതായ വശങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് പഠിപ്പിച്ചു തരണം എന്നുണ്ടെങ്കിൽ അതും ഈ വഴി നടന്നവർക്ക് സാധിക്കുള്ളൂ. അപ്പോൾ വഴി നടന്നവർക്ക് അതിൻ്റെ ചെറിയ ഓരോ പോയിന്റുകൾ വിശദീകരിച്ച് പറയാൻ സാധിക്കും. പറയാത്തവർക്ക് അത് അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. അപ്പോൾ അവനവനെ സ്വയം ചിന്തിക്കണം, എൻ്റെ ഷെയ്ഖ് ആരായിരിക്കണം എന്നുള്ളത്. അല്ല എങ്കിൽ ഈ അവസാന കാലഘട്ടത്തിൽ ദജ്ജാൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഏത് ഗ്രൂപ്പിലേക്കാണ് ചെന്ന് ചേരുക എന്ന് പറയാൻ സാധിക്കൂല. ലാഹിറായ കണ്ണുകൊണ്ടോ ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടൊന്നും ഇത് മനസ്സിലാക്കാൻ സാധിക്കൂല. അതിനൊക്കെ സാധിക്കുമെങ്കിൽ നമ്മളെക്കാൾ അർഹരായ എത്രയോ ആളുകൾ ഈ ലോകത്തുണ്ട്. ഇൻഷാ അല്ലാഹ്.